വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള വിടവ്, സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ് അസാപ് കേരള. വലിയ രീതിയിൽ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ അസാപ് കേരള നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികളും പരിപാടികളും അസാപ് കേരള ഏറ്റെടുത്ത് നടത്തുന്നു. 15-ലധികം തൊഴിൽ മേഖലകളിലായിട്ട് 150-ൽ പരം സ്കിൽ കോഴ്സുകൾ കൊടുക്കാൻ സജ്ജമാകുന്ന വിധത്തിലാണ് അസാപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഉൾപ്പെടെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡായ മേഖലകളിൽ സ്കിൽ കോഴ്സുകൾ കുട്ടികൾക്ക് നൽകാൻ പാകത്തിൽ വളരെ സുസജ്ജമായി പ്രവർത്തിക്കുന്ന അസാപ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പും നല്ല രീതിയിൽ ഒരുക്കി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അസസ്മെൻറ്റ് ഏജൻസി ആൻഡ് അവാർഡിംഗ് ബോഡി എന്ന ഇരട്ട അംഗീകാരം അസാപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഡ്യുവൽ റെക്കഗ്നിഷൻ, അതായത് അസസ്മെൻറ്റ് നടത്താനും അവാർഡിംഗ് ചെയ്യാനുമുള്ള അധികാരം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അസാപ്പിന് നൽകിയിട്ടുണ്ട്. കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന് സഹായകരമായ വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയുള്ള പരിപാടികളാണ് അസാപ് വിവിധ രീതിയിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ജോബ് മേളയാണ് ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജാണ് 2026 അസാപ് കേരളയുടെ ആദ്യ തൊഴിൽ മേളയ്ക്ക് ആതിഥ്യമരുളുന്നത്. ഫെബ്രുവരി 27 രാവിലെ 9:30 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആസ്പെയർ 2026 ഉദ്ഘാടനം ചെയ്യും. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. അക്കാദമിക രംഗത്തും സാമൂഹ്യ പ്രതിബദ്ധതയിലും എന്നും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കലാലയമാണ് ക്രൈസ്റ്റ് കോളേജ്. ആ ക്രൈസ്റ്റ് കോളേജിന് അസാപ് കേരളയുടെ മികച്ച സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ബഹുമതി കൂടി മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വച്ച് സമർപ്പിക്കുന്നുണ്ട്. നേരത്തെ അസാപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്കിൽ മേള ക്രൈസ്റ്റ് കോളേജിൽ വച്ച് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ അസാപ് കേരള സംഘടിപ്പിച്ച ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാദമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിജയകരമായി ലോഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. അസാപ് അതിൽ വിപുലമായ സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അസാപ് കേരളയും ഇൻഫോസിസുമായുള്ള ധാരണാപത്രം ഈ ഉദ്ഘാടന ചടങ്ങിൽ വച്ച് ഒപ്പുവെക്കും. ഇൻറ്റേൺഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഭാഗമായി 16 ആഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ ഇൻറ്റേൺഷിപ്പ് ഇൻഫോസിസിൽ നിന്ന് ലഭിക്കും. അസാപ് കേരളയും മഹീന്ദ്രയും ചേർന്ന് തൃശ്ശൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കരിയർ ബ്രേക്ക് വന്ന വനിതകൾക്ക് വേണ്ടി നാരി ചക്ര പെൺകരുത്ത് എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് കോഴ്സിൽ പരിശീലനം നൽകിയിരുന്നു. പ്രത്യേകിച്ച് കുന്നംകുളത്ത് ഉള്ള അസാപ് സ്കിൽ പാർക്ക് അസാപ്പിൻ്റെ കുന്നംകുളം സെൻറ്റർ അസാപ് കേരളയും മഹീന്ദ്രയും ചേർന്ന് നടത്തിയ നാരി ചക്രയിൽ അവിടെ
നല്ല രീതിയിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത്. ഹയർ ആൻഡ് ട്രെയിൻ മോഡലിൽ ഹൈക്കണുമായി ചേർന്ന് പവർ ഇലക്ട്രോണിക് കോഴ്സിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കും ഈ ആസ്പയറിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അനുമോദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൻ്റെ തുടർച്ചയായി ഇൻഡസ്ട്രി ടോക്ക് കൂടി ഒരുക്കുന്നുണ്ട്. ഇൻഡസ്ട്രി മേഖലയിലുള്ള പ്രമുഖർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. അതിൽ ഇൻഫോസിസ്, ഹൈക്കോൺ, ഇറാം, മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തൊഴിലന്വേഷകരുമായിട്ട് സംവദിക്കും. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനും വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഈ പ്രത്യേക സെഷൻ ഒരുക്കുന്നത്. ഇരിങ്ങാലക്കുടയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള യുവജനങ്ങൾക്ക് തങ്ങളുടെ അഭിലാഷത്തിന് അനുസൃതമായിട്ടുള്ള, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്നതായിട്ടുള്ള സ്വപ്ന ജോലികൾക്ക് പോകാൻ കഴിയുന്ന ഒരു വാതായനം ഈ ജോബ് ഫെയറിലൂടെ തുറന്നു കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആസ്പയർ 2026 വിജയിപ്പിക്കാൻ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് അസാപ്പ് സ്ഥിരമായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കാറുണ്ട്. 2026 ആദ്യത്തെ ജോബ് ഫെയറാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ വെച്ച് നടക്കുന്നത്. 30 കമ്പനികളെയാണ് ഇതിൽ പങ്കെടുക്കുക. 30 കമ്പനികളിൽ 500ഓളം തൊഴിലവസരങ്ങൾ. 1200 ആള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ഉണ്ട്. അപ്പോൾ തൊഴിലവസരങ്ങളിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രമല്ല, അവർക്ക് ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിക്കും. ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ ഇൻ്റർഫേസ് എന്നുള്ള നിലയിലാണ് ഈ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫോസിസുമായിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫോസിസ് ഇൻറ്റേൺഷിപ്പ് നൽകുമെന്ന് മാത്രമല്ല, അതിലൂടെ ലഭ്യമാകാവുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ഫീൽഡിലുള്ളതുണ്ട്. IT മാത്രമല്ല, ഹെൽത്ത് കെയർ ഒക്കെ ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്. ഇത് പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ഇതിൽ പങ്കെടുക്കുന്നത്. അസാപ്പിൻ്റെ തൊഴിൽ മേള വളരെ സ്റ്റാൻഡേർഡിൽ നടത്തുന്ന പരിപാടിയാണ്. ഉയർന്ന നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. മികച്ച കമ്പനികൾ, ദേശീയവും അന്തർദേശീയവുമായ പ്രശസ്തിയുള്ള സ്ഥാപനങ്ങളാണ്, നല്ല റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങളാണ് അസാപ്പിൻ്റെ ജോബ് മേളയിൽ പങ്കെടുക്കാറുള്ളത്. അങ്ങനെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അത് കഴിഞ്ഞ് പോസ്റ്റ് അനാലിസിസും ചെയ്യുന്നുണ്ട്. ഈ പിള്ളേർ നിൽക്കുന്നുണ്ടോ എന്ന് ഒരു ഐഡിയ ഞങ്ങൾ എടുക്കുന്നു. നമ്മളൊരു 50ഓളം കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് ഈ 33 കമ്പനി ആക്കിയിട്ടുള്ളത്. പറഞ്ഞ പോലെ മിനിമം വേജസ് നമ്മളൊരു ക്രൈറ്റീരിയ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പ്ലസ് ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഒരു 3 മാസം എബവ് കിട്ടാവുന്ന രീതിയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരോടും ഇൻസ്ട്രക്ഷനായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു പരിശീലനം കൂടിയാണ് കുട്ടികൾക്ക്, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട്. ഈ വരുന്ന കുട്ടികൾക്ക് ഒരു ഗ്രൂമിംഗ് സെഷന് ഫ്രീ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഹൗ ടു പ്രസന്റ് എന്നുള്ളത്. അസാപ്പിന്റെ ഒരു ഗ്രൂമിംഗ് കോഴ്സ് ഉണ്ട്.
ഒരു ഫിനിഷിംഗ് കോഴ്സ് ഉണ്ട് കുട്ടികൾക്ക്. ഇന്റർവ്യൂവിനൊക്കെ നേരിടാനുള്ള ട്രെയിനിങ്. ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഡ്രാമയൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യം മന്ത്രിക്കില്ല. പല സന്ദർഭങ്ങളിലും ഈ KSUക്കാർ യാതൊരുവിധ മര്യാദയും പാലിക്കാതെയാണ് ഈ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു ചാടുക. വ്യക്തിപരമായിട്ട് ഞാനും മുൻപ് പല സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ സമ്മർദ്ദമുണ്ടാക്കുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെ തന്നെ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് യാതൊരു നീതിയും ഇല്ലാത്ത ഒരു സമരമാണ് ഇതൊക്കെ തന്നെ. സമരാഭാസം എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. കാരണം നമുക്ക് സമരം ചെയ്യുന്ന വിഷയങ്ങൾ ജനാധിപത്യപരമായിട്ട് ഉയർത്തി ഒരു മര്യാദ പാലിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് സ്വീകാര്യമാകേണ്ടത്. ഇങ്ങനെ വ്യക്തിപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ആക്രമിച്ചുകൊണ്ടുള്ള സമരം അപലപനീയാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മന്ത്രിയെ വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് ശാരീരികമായിട്ടൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിലവാരമില്ലാത്ത സമരമാണ്.